ഹായ് ഹലോ. ചെലവ് കുറച്ച് എങ്ങനെ ഒരു വീട് പണിയാം എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വീട് പണിയുടെ ചെലവ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ തന്നെ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നമുക്ക് വീട് പണിയുടെ ചെലവ് കുറയ്ക്കാൻ സാധിക്കും. അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു വീട് നിർമ്മിക്കുമ്പം ആദ്യം നമ്മൾ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുകയാണ് ചെയ്യാം. കോസ്റ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലരും പ്ലാന് സ്വന്തമായിട്ടങ്ങ് വരയ്ക്കും. അപ്പോൾ എഞ്ചിനീയറിനോ ആർക്കിടെക്റ്റിനോ കൊടുക്കുന്ന ക്യാഷ് ലാഭിക്കാലോ എന്ന ഉദ്ദേശത്തോടെയാണ് സ്വന്തമായിട്ട് പലരും പ്ലാൻ വരയ്ക്കുന്നത്. പക്ഷേ ഇങ്ങനെ പ്ലാൻ വരയ്ക്കുമ്പം വേസ്റ്റേജ് ആയിട്ടുള്ള ഒരുപാട് സ്പേസ് നമ്മുടെ പ്ലാനിലുണ്ടാവും. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ട് കിടക്കുന്ന ഒരുപാട് സ്പേസ് ഉണ്ടാവും. അതേസമയം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിനെയോ ആർക്കിടെക്റ്റിനെയോ കൊണ്ടാണ് പ്ലാൻ വരയ്ക്കുന്നതെങ്കിൽ വേസ്റ്റേജ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ 50-60 സ്ക്വയർ ഫീറ്റോളം വേസ്റ്റേജ് ആയിട്ട് വരും. അനാവശ്യമായിട്ടുള്ള സ്പേസ് ആയിരിക്കും. 1 സ്ക്വയർ ഫീറ്റ് വീട് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് 1500 മുതൽ 2000 രൂപ വരെ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ 50 സ്ക്വയർ ഫീറ്റോളം വേസ്റ്റേജ് വന്നു കഴിഞ്ഞാൽ 75,000 മുതൽ 1,00,000 രൂപ വരെ നമുക്ക് നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എഞ്ചിനീയറിനോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനോ കൊടുക്കുന്ന തുച്ഛമായ ക്യാഷിൻ്റെ പേരിൽ നമ്മൾ സ്വന്തമായിട്ട് പ്ലാൻ വരയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ 75,000 മുതൽ 1,00,000 രൂപ വരെ നമുക്കിവിടെ നഷ്ടം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് വലിയ നഷ്ടങ്ങൾ വരുത്താതിരിക്കുക. ലോ കോസ്റ്റ് വീടാണ് പണിയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലവ് കുറയ്ക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ചിലവ് കുറയ്ക്കാൻ പാടുള്ളൂ. പ്ലാനൊക്കെ വരച്ചു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് വീടിൻ്റെ കുറ്റിയടിയും അതുപോലെ ഫൗണ്ടേഷൻ ഉണ്ടാക്കലൊക്കെയാണ്. വീട് പണിയിൽ വലിയ രീതിയിലൊന്നും ചിലവ് കുറയ്ക്കാൻ സാധിക്കാത്ത ഒരു ഏരിയ ആണ് ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലത്തെ സോയിലിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും നമ്മുടെ ഫൗണ്ടേഷൻ്റെ ചിലവ്. അതായത് നിങ്ങൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലം ഹാർഡ് സോയിലാണെങ്കിൽ ചിലവ് കുറയും. അതേസമയം സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൂസ് സോയിലോ ചതുപ്പ് നിലങ്ങളോ വയലുകളോ ഒക്കെ ആണെങ്കിൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ചിലവ് കൂടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട് വയ്ക്കുമ്പം പ്ലോട്ട് വാങ്ങിയിട്ടാണ് നിങ്ങൾ വീട് വയ്ക്കുന്നതെങ്കിൽ ആ പ്ലോട്ടിലെ സോയിലിൻ്റെ കണ്ടീഷൻ കൂടെ, അതായത് എങ്ങനെയാണ് ഹാർഡ് സോയിലാണോ സോഫ്റ്റ് സോയിലാണോ എന്നുള്ള ആ ഒരു കണ്ടീഷൻ കൂടെ ചെക്ക് ചെയ്തതിന് ശേഷം പ്ലോട്ട് വാങ്ങുക. കോസ്റ്റ് കുറച്ച് വീട് പണിയാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങളൊരു പ്ലോട്ട് വാങ്ങുന്ന സമയത്ത്, അതായത് വീട് വെക്കാൻ പ്ലോട്ട് വാങ്ങുന്ന സമയത്ത് ആ പ്ലോട്ടിലേക്ക് വലിയ വാഹനങ്ങൾ കയറുമോ എന്ന് കൂടെ ചെക്ക് ചെയ്യണം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീട് പണിയുടെ മെറ്റീരിയൽസൊക്കെ വലിയ വാഹനങ്ങളിൽ ലോറിയിലൊക്കെ ആയിരിക്കുമല്ലോ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്ലോട്ടിൽ വലിയ വാഹനങ്ങൾ കയറില്ലെങ്കിൽ നമ്മൾ ലേബേഴ്സിനെ വെച്ചിട്ട് ചുമന്ന് ഈ സാധനങ്ങൾ മെറ്റീരിയൽസൊക്കെ പ്ലോട്ടിലേക്ക് എത്തിക്കേണ്ടി വരും. ഇത് നിങ്ങളുടെ ചിലവ് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു പ്ലോട്ട് വാങ്ങുകയാണെങ്കിൽ വലിയ വാഹനങ്ങൾ പ്ലോട്ടിലേക്ക് കയറുമോ എന്ന് കൂടെ ചെക്ക് ചെയ്തിരിക്കണം. അതുമാത്രമല്ല നിങ്ങളുടെ പ്ലോട്ടിൽ വെള്ളം, ഇലക്ട്രിസിറ്റി ഒക്കെ അവൈലബിൾ ആണോ എന്ന് കൂടെ ചെക്ക് ചെയ്തിരിക്കണം. ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട് പണിയുടെ ചിലവ് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. വീട് പണിയിൽ ചിലവ് കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ വീടിൻ്റെ തറ എന്ന് പറയുന്നത്. തറയുടെ ഉയരം, അതായത് ഹൈറ്റ് കുറയ്ക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു രീതിയിൽ ചിലവ് കുറയ്ക്കാൻ പറ്റും. സാധാരണ നമ്മൾ ചെങ്കല്ലൊക്കെ വെച്ചിട്ട് തറ കെട്ടുമ്പോൾ 3 വരി കല്ലാണ് വെക്കുന്നത്. അതിന് പകരം 2 വരി കല്ല് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 3ാമത്തെ വരിയുടെ ആ ഒരു കല്ല് അത്രയും നമുക്ക് ലാഭിക്കാം. 1 വരി കല്ലിൻ്റെ എമൗണ്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും. കല്ലിൻ്റെ എമൗണ്ട് മാത്രമല്ല, കല്ല് വയ്ക്കാൻ യൂസ് ചെയ്യുന്ന സിമൻറ്റ്, സാൻഡ്, അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിലൂടെ നല്ലൊരു എമൗണ്ട് നമുക്ക് ലാഭിക്കാം. ആകെ ആ തറയുടെ ഹൈറ്റ് കുറയുന്നു മാത്രമേ ഉള്ളൂ. ഈ തറയുടെ ഹൈറ്റ് കുറയ്ക്കുന്നതിലൂടെ നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു സ്റ്റെപ്പിൻ്റെ എണ്ണവും കുറഞ്ഞു കിട്ടും. ഒരു സ്റ്റെപ്പിൻ്റെ എണ്ണം കുറഞ്ഞു കിട്ടിയാൽ തന്നെ ആ ഒരു സ്റ്റെപ്പ് കെട്ടാൻ യൂസ് ചെയ്യുന്ന കല്ലിൻ്റെ എണ്ണം, അതുപോലെ സിമൻറ്റ്, സാൻഡ്, ഇനി അതുമേലെ വിരിക്കുന്ന ടൈല്, ഇതിനൊക്കെ ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ നല്ലൊരു രീതിയിൽ നമുക്ക് കോസ്റ്റ് കുറഞ്ഞു കിട്ടും. അതായത് തറയുടെ ഉയരം കുറച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റും. വീട് പണിയുടെ മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു സിമൻറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള വലിയ കമ്പനിയുടെ റേറ്റ് കൂടിയൊരു സിമൻറ്റ് വാങ്ങിയിട്ട്
എൻ്റെ സിമെൻറ്റിന് റേറ്റ് കൂടുതലാണ്, അതുകൊണ്ട് ക്വാളിറ്റി കൂടുതലായിരിക്കും, വീടിന് ബലം കൂടുതലായിരിക്കും എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. റേറ്റ് കൂടിയതുകൊണ്ട് ബലം കൂടണമെന്നില്ല. നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന എല്ലാ സിമെൻറ്റുകളും ISO അംഗീകാരവും ട്രേഡ് മാർക്കൊക്കെ ഉള്ളതാണ്. അത് മാത്രമല്ല, വലിയ വലിയ കമ്പനികളുടെ സബ് ബ്രാൻഡുകളാണ് ഈ ചെറിയ ചെറിയ സിമെൻറ്റുകൾ. അതുകൊണ്ട് തന്നെ റേറ്റ് കൂടിയ സിമെൻറ്റ് വാങ്ങിയിട്ട് എൻ്റെ വീടിന് ബലം കൂടി ക്വാളിറ്റി കൂടി എന്ന് ചിന്തിക്കരുത്. സിമെൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സ്റ്റീലിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. റേറ്റ് കൂടിയ സ്റ്റീൽ വാങ്ങിയിട്ട് എൻ്റെ വീടിന് ബലം കൂടുതലാണ് ക്വാളിറ്റി കൂടുതലാണ് എന്ന് ചിന്തിക്കരുത്. മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പം റേറ്റ് കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം വാങ്ങാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചിലവ് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വീട് വയ്ക്കുമ്പോൾ ഉള്ള നമ്മുടെ ജനൽ, വാതിൽ, വെന്റിലേറ്റർ ഇതൊക്കെ മരത്തിൻ്റെ ആണെങ്കിൽ നമുക്ക് റേറ്റ് കൂടും. അതിന് പകരം കോൺക്രീറ്റിൻ്റെ ഫ്രെയിം യൂസ് ചെയ്തിട്ട് വിൻഡോൻ്റെയും വെന്റിലേറ്ററിൻ്റെയൊക്കെ ഡോറ് മാത്രം മരത്തിൻ്റെയും ഗ്ലാസിൻ്റെയും ആക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ ചിലവ് കുറയ്ക്കാൻ സാധിക്കും. കോൺക്രീറ്റിൻ്റെ, വിൻഡോൻ്റെയും വെന്റിലേറ്ററിൻ്റെയൊക്കെ ഫ്രെയിമിന് റേറ്റ് കുറവാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മരത്തിൻ്റെ തന്നെ വെക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, പഴയ വീടൊക്കെ പൊളിച്ചിട്ട് ഈ മരമൊക്കെ വിൽക്കുന്നവരുണ്ടാവും. അതായത് പഴയ വീടിൻ്റെ ജനൽ, വാതിൽ, വെന്റിലേറ്ററൊക്കെ വിൽക്കുന്നവരുണ്ടാവും, പഴയ തടികൾ വിൽക്കുന്നത്. അങ്ങനെയുള്ളവരുടെ അടുത്തുനിന്ന് മരം വാങ്ങിക്കഴിഞ്ഞാൽ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ മരത്തിൻ്റെ തന്നെ വേണമെന്നുള്ളവരാണെങ്കിൽ ഇങ്ങനെ പഴയ വീട് പൊളിച്ച് മരം കിട്ടുവാണെങ്കിൽ ആ ഒരു മരം വാങ്ങാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വീട് വയ്ക്കുമ്പോൾ ഉള്ള ചിലവ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.